പ്രസവം എടുക്കുന്ന ആളല്ല. ഈ പ്രസവം കഴിയുമ്പോൾ ഈ കുട്ടിയെ ഇഞ്ചയും ചകിരിയൊക്കെ ഉപയോഗിച്ച് തേച്ച് കഴുകി കുളിപ്പിച്ച് 7 ദിവസമോ 9 ദിവസമൊക്കെ മൂക്കൊക്കെ പിടിച്ചിട്ട് ഷെയ്പ്പൊക്കെ ആക്കി നല്ല തിരുമ്മി കുളിപ്പിക്കുന്നതാണ് പാർവമ്മ. ഈ പ്രസവിക്കുന്ന അമ്മയെയും 9 ദിവസമോ 11 ദിവസമോ ലേക്കും കൊടുക്കൽ മാത്രമല്ലല്ലോ, അതോടൊപ്പം തന്നെ കുളിപ്പിക്കുന്നുണ്ട്. കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ പ്രിയൻ വരുമ്പോൾ പ്രിയന്റെ കയ്യിലേക്ക് ആ കുഞ്ഞിനെ അങ്ങനെ അമിനോട്ടിക് ഫ്ലൂയിഡോട് കൂടി നമ്മൾ എടുത്തു കൊടുക്കുകയല്ല. അമ്മയുടെ വയറ്റിൽ 9 മാസം കിടന്ന കുഞ്ഞ് ഈ അമിനോട്ടിക് ഫ്ലൂയിഡിനുള്ളിൽ നന്നായി അഭിരമിച്ചെങ്കിലും പിറന്നു വീണ് കഴിയുമ്പോൾ കുറെ മണിക്കൂറുകൾ തുടച്ചും കഴുകി കളയാതെ അത് ദേഹത്തൊട്ടി പിടിച്ചാൽ പിന്നീട് കഴുകി കളയുമ്പോൾ ആ തൊലിയോടുകൂടി അത് പറഞ്ഞു പോകും. ആകയാൽ പാറുവമ്മ കുളിച്ച് വെടുപ്പാക്കി കുളിപ്പിച്ച് വൃത്തിയാക്കി പിന്നെ ജലദോഷമൊന്നും ഉണ്ടാകാതിരിക്കാൻ അല്പം നാൽപ്പാമരമൊക്കെ ഇട്ട് പാട് കെട്ടിച്ച് ഉടുപ്പിടിച്ച് പ്രിയന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴാണ് പ്രിയൻ സന്തോഷത്തോടു കൂടി ആ കുഞ്ഞിനെ നോക്കുക. ഞാൻ പെറ്റു. കമ്പിളി കണ്ടത്തെ കൽപ്പരണികളെ. മലയാള എഴുത്തിന്റെ ലോകത്തിൽ ഏറ്റവും സുന്ദരനായ മനുഷ്യനാണ് അട്ടമൂർത്തി. അദ്ദേഹം എൻ്റെ പുസ്തകത്തിൽ ഒരു വാക്ക് പോലും എഴുതി ചേർത്തിട്ടില്ല. പിന്നെ അദ്ദേഹം എൻ്റെ പാർവമ്മയായിരുന്നു. ഏറ്റവും സുന്ദരമായിരിക്കാൻ വേണ്ടി വെടിപ്പല്ലാത്തതെല്ലാം കഴുകിക്കളഞ്ഞ് സുന്ദരമായി ഉടുപ്പിടിച്ച് നീ ഇതിടിച്ചാൽ നല്ലതായിരിക്കും, നാളെ തൊട്ട് ഇങ്ങനെ കുളിപ്പിക്കണം എന്ന് പറഞ്ഞു തന്ന് എന്നെ മനസ്സിലാക്കിയ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടേട്ടൻ. അദ്ദേഹമാണ് എൻ്റെ എഴുത്തിൻ്റെ പാർവമ്മയും എൻ്റെ ഗുരുവും. ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത്, ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് തൊട്ട് ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും അഡ്മയർ ചെയ്യുകയും ചെയ്തിരുന്ന സുന്ദരമായി എഴുതുന്ന ആളായതുകൊണ്ട് മാത്രമല്ല, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മാനവിക മൂല്യങ്ങളും മനുഷ്യത്വവും നിറഞ്ഞ ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. ഇനി ഞാൻ എഴുതിയാലും അദ്ദേഹം എഡിറ്റ് ചെയ്യും. കാരണം 75 പതിപ്പ് ഇറങ്ങിയത് കൊണ്ടോ 300 പതിപ്പ് ഇറങ്ങിയത് കൊണ്ടോ ഞാൻ മലയാള സാഹിത്യത്തിലെ ഏറ്റവും കേമനാണ് എന്ന് ചിന്തിക്കുന്ന ആളല്ല. എന്നും ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണെങ്കിലും യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാക്കിയത് പ്രിയനെയും അമ്മൂനെയും വിളിച്ചിട്ടൊരു ഡിന്നർ കൊടുക്കുമ്പോൾ ഇന്നാ ടേസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞ് കൊടുക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. എനിക്കതിൽ നല്ല പ്രാവീണ്യമായി എന്ന് ഞാൻ തോന്നുമ്പോൾ കുട്ടേട്ടനോട് ഇതിൻ്റെ ടേസ്റ്റ് ഓക്കെ ആണോ എന്ന് ഉറപ്പ് വരുത്തി കഴിയുമ്പോൾ അന്നേരമാണ് ഞാൻ വിരുന്നിന് വിളിക്കുക. വിരുന്നിന് വിളിക്കുമ്പോൾ ഏറ്റവും നല്ലതായി തന്നെ ഏറ്റവും നല്ല പ്രസൻറ്റേഷനോട് കൂടി തന്നെ വിളമ്പണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്.